വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ സമുചിതമായ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് ഇന്റർനാഷണൽ യോഗ ഡേ ആഘോഷിച്ചു. വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ അന്താരാഷ്ട്ര യോഗ ഡേയും ഇന്റർനാഷണൽ മ്യൂസിക് ഡേയും വിവിധ പരിപാടികളുടെ സമുചിതമായി ആഘോഷിച്ചു. ചെയർമാൻ ടി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യോഗ ഗുരു, ദ്രോണാചാര്യ അവാർഡ് ജേതാവും വിവിധ മാർഷൽ ആർട്സിൽ മാസ്റ്ററുമായ അശോകൻ ഗുരുക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല മിടുക്കരാക്കി വളർത്താൻ അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച ആ അധ്യാപകര് ഇവരുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്രയും ഒരു വലിയ, ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളാണ്. ഇങ്ങനെ ഈ സ്കൂളിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് തുറന്നു പറയുന്നു. ഒരു വിദ്യാർത്ഥിയെ എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുന്ന ചെറിയ ചെറിയ യോഗാചര്യകളിലൂടെയും പ്രാണായാമങ്ങളിലൂടെയും എങ്ങനെ ബുദ്ധിയുടെ തേജസ്സും ശരീരത്തിന്റെ ആരോഗ്യവും എല്ലാ പ്രായത്തിലും സ്ഥിരമായി നിർത്താം എന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു. ഒരു നല്ല രീതിയിൽ ഒരു ചിട്ടപ്പെടുത്തി എടുക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു അധ്യാപകൻ എത്രമാത്രം എഫർട്ട് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഒരു 40 വർഷത്തിലധികമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നന്നായിട്ടറിയാം. ഒരു അക്കാദമിക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം എന്നതിനപ്പുറം മറ്റു പല മേഖലകളിൽ കൂടി ഈ സ്കൂളിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നു. പ്രത്യേകിച്ച് കരാട്ടെ, കളരി, യോഗ, ഡാൻസ്, മ്യൂസിക്, മറ്റ് തരത്തിലുള്ള എല്ലാ കലകൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് പുറത്തുനിന്നും അറിയാൻ സാധിച്ചത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ എനിക്ക് സന്തോഷം തരുന്നൊരു വാർത്ത കൂടിയാണ്. നമുക്ക് സാധാരണ മനുഷ്യനെ പ്രതിഭാസമ്പന്നനായ അസാധാരണ വ്യക്തിത്വമായി ഉയർത്താൻ ഉത്തമമായ വിദ്യയാണ് യോഗ എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. വേൾഡ് മ്യൂസിക് ഡേ കൂടി സംയുക്തമായി ആഘോഷിച്ച പശ്ചാത്തലത്തിൽ മനോഹരമായ സംഗീത അക്കാദമിയുടെ KG വിഭാഗം വിദ്യാർത്ഥികളടക്കമുള്ളവർ ഉജ്ജ്വലമായ യോഗാഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച മാസ്യോഗ പ്രകടനം അത്യാകർഷകമായിരുന്നു.
വിജയകുമാരി ആമുഖ പ്രഭാഷണം നടത്തി. Yoga for healthy aging. This emphasizes importance of yoga for all ages. Healthy aging എന്നാൽ എന്താ? സിമ്പിളാണ്. ശരീരത്തിൻ്റെ പ്രായം 70 വയസ്സായിക്കോട്ടെ, 80 വയസ്സായിക്കൊള്ളട്ടെ, മനസ്സിൽ 7 വയസ്സുകാരൻ്റെ ഉത്സാഹവും ഉണർവും സമാധാനവും ശാന്തിയും ഒക്കെ സൂക്ഷിക്കാൻ സാധിക്കണം. ഹൃദയത്തിൽ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും സൂക്ഷിക്കാനാകുക. ആത്മാവ് ജ്ഞാനത്താൽ പ്രകാശിക്കുക. എല്ലാ പ്രായത്തിലും അങ്ങനെ സന്തോഷമായി അറിവിൻ്റെ നിറമോടെ വാഴാൻ സാധിക്കുക. ദാറ്റ് ഈസ് ഹെൽത്തി ഏജിങ്. എല്ലാവരിലും എന്നും ഏത് പ്രായത്തിലും ഹൃദയത്തിൽ സ്നേഹം, മനസ്സിൽ സമാധാനം, ആത്മാവിൽ അറിവ് നിറഞ്ഞ് തുളുമ്പട്ടെ. അതിനെയാണ് ഹെൽത്തി ഏജ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരദ ബി മേനോൻ, PTA പ്രസിഡന്റ് T ജയകുമാർ, SMC മെമ്പർ NV ഷാജി, പ്രിൻസിപ്പൽ സിജി സിജേഷ്, വൈസ് പ്രിൻസിപ്പൽ PC മോഹനൻ, വിദ്യാർത്ഥികളായ വരലക്ഷ്മി മേനോൻ, സാരംഗി PP എന്നിവർ മ്യൂസിക് ഡേ, യോഗ ഡേ സന്ദേശങ്ങൾ കൈമാറി. Chairman, principals, teachers and my dear friends. Today I am very happy to speak about two special celebrations observed on 21st June, International Yoga Day and World Music Day. There is a beautiful quote in Bhagavad Gita. Yoga is the journey of the self, through the self, to the self. Yoga helps us stay healthy and active. It keeps our body strong and our mind calm. Doing yoga every day makes us feel fresh and happy. On the same day, we also celebrate World Music Day. Music brings joy to our lives. It helps us relax, enjoy, and express our feelings. Music is the universal language of mankind. By Henry Wordsworth. Have you heard about that quote? Yoga keeps our body healthy and music makes our heart happy. Both help us live a peaceful and joyful life. So let us practice yoga and enjoy music every day. That's all. Thank you. യോഗ ഇൻസ്ട്രക്ടർ P ലജിത, സംഗീതാധ്യാപിക ഷൈന VK, സ്കൂൾ ഹെഡ് ബോയ് അനന്തറാം, സ്കൂൾ ഹെഡ് ഗേൾ നിരഞ്ജന KK എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്റർനാഷണൽ മ്യൂസിക് ഡേയോടനുബന്ധിച്ച് സ്കൂൾ ബാൻഡായ സായ് സിംഫണിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സംഗീത വിരുന്ന് എല്ലാവരെയും സംഗീത ലോകത്തേക്ക് ആനയിക്കും വിധം ഗംഭീരമായിരുന്നു.